കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. എന്റെ ചേട്ടാ, ഡോണ്ട് ഡിസ്റ്റർബ് എന്ന് പറഞ്ഞൊരു ബോർഡ് വെച്ചിരുന്നെങ്കിൽ ഞങ്ങൾ കട്ടുറുമ്പായിട്ട് കേറി വരില്ലായിരുന്നല്ലോ. അത് പിന്നെ കണ്ണില് പൊടി വീണപ്പോ പൊടി എടുക്കാൻ വന്നപ്പോ അത് കണ്ണില് എടുത്തപ്പോ പോയപ്പോ എന്തോ ഒന്ന്. എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക. വേഗം വാ, കഴിക്കാം. വാ ഭവാനി, ഒരു മിനിറ്റ്. എന്താ ഏട്ടത്തി? നിന്നെ കുറിച്ച് ഏട്ടനോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ പറയേണ്ടത് ഏട്ടത്തി? ഏട്ടനില്ല എന്നുള്ളൊരു വിഷമം എന്നിൽ നിന്ന് മാറ്റി എനിക്ക് ആശ്വാസം പകർന്നത് ഏട്ടന്റെ ഈ കുഞ്ഞനുജത്തിയ. വിഷമത്തിലിരിക്കുമ്പോ ഏത് പെണ്ണാണെങ്കിലും അവളുടെ വിഷമത്തെ മാതാപിതാക്കളോട് പറയാൻ ആഗ്രഹിക്കും. ഏട്ടനെ വിചാരിച്ച് ഞാൻ വിഷമിക്കുമ്പോ എന്നെക്കാളും പ്രായം കുറവായിരുന്നിട്ടും ഒരച്ഛന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് എന്നെ ആശ്വസിപ്പിച്ചത് ഭവാനിയ. അതെ അച്ഛാ, അമ്മയ്ക്ക് വേണ്ടി ചേച്ചി കൊറേ പൂജ ചെയ്തു. നാഗദേവത വന്ന് അമ്മയ്ക്ക് പൊട്ട് വെക്കാൻ വേണ്ടി പുറ്റിനും പൂജയൊക്കെ ചെയ്തു. അമ്മാവ് മരിച്ചപ്പോ പോലും എനിക്കും മുത്തശ്ശിക്കും ഒക്കെ ധൈര്യം തന്നത് ഭവാനിയ. കുടുംബത്തിലെ എല്ലാവർക്കും തന്നെ ഒരാശ്വാസമായിരുന്നു ഭവാനി. ഭവാനി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്യുന്ന എനിക്ക് തന്നെ അറിയില്ലായിരുന്നു. ഭവാനിയെ പറ്റി എത്ര പറഞ്ഞാലും എനിക്കത് തൃപ്തിയാവില്ല. നീ വളരെ ബുദ്ധിയുള്ളവളാ, ധൈര്യമുള്ളവളുമാണ്. നീ എന്റെ ജീവനാ. എന്റെ വിശ്വാസം യാഥാർത്ഥ്യമാക്കി. ഏട്ടൻ എന്നിൽ അർപ്പിച്ച വിശ്വാസം എനിക്ക് സംരക്ഷിക്കാൻ പറ്റിയതില് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഏട്ടാ. അനുജത്തെ ഇത്ര സ്നേഹിക്കുന്നതൊക്കെ നല്ലതാ, പക്ഷെ വല്ലപ്പോഴും ഞങ്ങളെയൊക്കെ ഒന്ന് മൈൻഡ് ചെയ്യണം. അതെന്താടി നീ അങ്ങനെ പറഞ്ഞത്? ഒരു കാര്യമില്ലാതെ നീ ഇങ്ങനെ സംസാരിക്കില്ലല്ലോ. ഇവളുടെ കാര്യമൊന്നും പറയണ്ട. ഏട്ടന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ആ രുദ്രനെ കല്യാണം കഴിച്ച് സ്വന്തം ജീവിതം ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചവളാ ഇവള്. ഇത് ഏട്ട അറിഞ്ഞായിരുന്നോ? അത് ശരിയാണോ? എനിക്ക് എന്റെ ജീവിതത്തെക്കാളും വലുത് എന്റെ ഏട്ടന്റെ ജീവിതമാ. ഏട്ടന് വേണ്ടി എന്റെ ജീവിതം കൊടുക്കാൻ തന്നെ ഞാൻ തയ്യാറാ. നീ എന്റെ അനിയത്തിയായി ജനിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു മോളെ, എന്റെ ചെല്ലക്കുട്ടി. ആ ശരി ശരി, രണ്ടുപേരും വന്നേ, ആഹാരം കഴിക്കാം. വാ. എന്നെ കൊണ്ട് ഈ ആഹാരം ഒന്നും കഴിക്കാൻ പറ്റുന്നില്ലമ്മ. 10 കൂട്ടം കറികളും കൂട്ടി ഇലയിട്ടിരുന്ന് ഉണ്ണാനും വേണ്ടി നിന്റെ അച്ഛൻ ഇവിടുത്തെ രാജപ്രമാണിയോ മറ്റോ ആണോ? നിങ്ങളുടെ ദേഷ്യം കൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ പദ്ധതികളും വിജയിക്കാനൊന്നും പോണില്ല. കണ്ണു ഉരുട്ടി പേടിപ്പിക്കുന്നതേ ഇനി അങ്ങ് നിർത്തിക്കോ. ഈ പെണ്ണുങ്ങൾ ആണുങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ തേനേ പാലേ എന്നൊക്കെ പറയും. പൈസ ഇല്ലെന്നുണ്ടെങ്കിൽ തേളായിട്ട് വന്ന് കൊത്തി കൊല്ലും. എടാ, ഇനി 4 ദിവസം കൂടി കഴിഞ്ഞാ ഭിക്ഷ എടുത്താലേ എന്തെങ്കിലും കഴിക്കാൻ പറ്റൂ. അപ്പോ ഇതുകൂടി കഴിക്കാൻ കിട്ടാതെ ആവും. കഴിക്കടാ.
കിരീടമില്ലാത്ത രാജാവിന്റെ പോസ്റ്റ് തന്നതായിരുന്നു. ഇപ്പോഴോ എലിക്കെണിയിൽ പെട്ട എലിയെ പോലെ കിടന്ന് പിടയ്ക്കും. നിങ്ങളുടെ ഈ അവസ്ഥ കാണുമ്പോ ഉണ്ടല്ലോ, എനിക്ക് സഹതാപമൊന്നും തോന്നുന്നേ ഇല്ല. നിങ്ങൾക്ക് കിട്ടേണ്ട ശിക്ഷ തന്നെയാ കിട്ടിയിരിക്കുന്നേ. ഇപ്പൊ ഞാൻ വളരെ ഹാപ്പിയാണ്. എതിരെയുള്ളയാളെ വീഴ്ത്താൻ നോക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ അടിച്ചാ അവര് തിരിച്ച് എഴുന്നേറ്റ് വരാതെ നോക്കണം. അങ്ങനെ അല്ലെങ്കിൽ അടി കൊടുത്തവൻ പിന്നെയും പിന്നെ അടി വാങ്ങിക്കൂട്ടും. നിനക്കിപ്പോ സംഭവിച്ചത് അത് തന്നെയാ. നീ എനിക്ക് പണിവെക്കാൻ നോക്കിയതല്ലേ, അതിനുള്ള പ്രതിഫലം നീ ഇപ്പൊ അനുഭവിക്കുന്നേ. ദേഷ്യപ്പെടുന്നതിൽ തെറ്റൊന്നുമില്ല. എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നതിന് മുന്നേ കുറച്ച് ബുദ്ധി ഉപയോഗിച്ച് വേണം ചെയ്യാൻ. അത് നിങ്ങൾക്ക് ഇല്ലാത്തതുകൊണ്ടാ നിങ്ങൾക്ക് ഈ അവസ്ഥ ഇപ്പൊ വന്നത്. നിങ്ങൾക്കിത് ആവശ്യമായിരുന്നു. അവിടെ നിൽക്ക്. ഞാൻ വിചാരിച്ച എന്റെ അവസ്ഥയെക്കാളും നിന്റെ അവസ്ഥ മോശമാക്കാൻ കഴിയും. ഒരിക്കൽ നീ എന്നെ ട്രാപ്പ് ചെയ്യാൻ നോക്കിയിട്ട് ഇപ്പൊ നിന്റെ അവസ്ഥ ഇതുവരെ എത്തി. ഇത്രയൊക്കെ ആയിട്ടും നിനക്ക് ഇതുവരെ മനസ്സിലായില്ലേ? നിന്റെ ബുദ്ധി കൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് നീ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കിയാൽ നിനക്ക് കൊള്ളാം. നീ എന്റെ കൂടെ കൂടി എന്റെ അളിയനെ കൊല്ലാൻ സഹായം ചെയ്തെന്ന് ഞാൻ പുറത്താരോടെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, പിന്നെ നിന്റെ ഗതി എന്താവെന്ന് ആലോചിച്ചിട്ടുണ്ടോ നീ? നിങ്ങൾ എന്നെ പറ്റി പറഞ്ഞാ എനിക്ക് നിങ്ങളെ പറ്റിയും പറയേണ്ടി വരുമല്ലോ. അത് നിങ്ങൾക്കറിയാം. എന്റെ അമ്മാവന്റെ മോനായ ആദ്യത്തിനെ ഞാനാണ് തട്ടിക്കൊണ്ടു പോയെന്ന് നീ അവിടെ വന്ന് പറഞ്ഞ് എന്റെ അനിയന്റെ ഭവാനിയുടെ കല്യാണം മുടക്കാനാണ് നോക്കുന്നതെങ്കിൽ നീ അവിടെ വന്ന് എന്നെ പറ്റി പറയുന്നതിന്റെ അടുത്ത നിമിഷം ഞാൻ നിന്നെ പറ്റിയും നിന്റെ ക്യാരക്ടറിനെ പറ്റിയും പിന്നെ നീ നിന്റെ അളിയനെ കൊന്ന കാര്യവും ഞാൻ എല്ലാരോടും അങ്ങ് പറയും. അതിനുശേഷം ഇപ്പോൾ പോസ്റ്റ് പോലും ഇല്ലാതെയാവും. ആദിത്യ നിന്നെ തേടി വന്ന് നിന്നെ കൊന്നുകളയും. അത് മറക്കണ്ട. അങ്ങനെ എന്തെങ്കിലും മണ്ടത്തരം നീ പ്ലാൻ ചെയ്തെന്ന് വെക്ക്, പിന്നെ നടക്കാൻ പോകുന്നത് ഇതായിരിക്കും. അത് പറയാനാ ഞാനിവിടെ വന്നത്. എന്റെ വീട്ടിൽ കയറി വന്നിട്ട് എന്നെ വരട്ടിട്ട് പോകുന്നു നീ. നിന്നെയും നിന്റെ അനിയനെയും പിന്നെ നിന്റെ മുറച്ചെറുക്കൻ ആദിത്യനെയും എല്ലാത്തിനും ഞാൻ കാണിച്ചു തരാം. നിന്റെ അനിയന്റെ കല്യാണം എങ്ങനെയെങ്കിലും ഞാൻ നിർത്തിവെപ്പിച്ചിട്ട് നിന്റെ തനി സ്വരൂപം ഞാൻ നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാം. നാളെ രാവിലെ സൂര്യൻ ഉദിക്കുന്നത് തന്നെ നീ ജയിലിൽ പോകുന്നതിന് വേണ്ടിയാണ്. ആ പോലീസ് ജീപ്പൊക്കെ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്?
ഇതെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് പോലീസ് ജീപ്പ് വന്നു? പറയുന്നു എന്താ പോലീസ് ജീപ്പ് വന്നാ? എന്താന്ന് പോയി നോക്കുന്നേ. ഏയ് ഇടത്തോട്ട് പോ. ഡേ രാമ, എന്താടേ എന്താ കാര്യം പറ. നമ്മുടെ നാട്ടിൽ പോലീസ് വന്നു. നമ്മുടെ നാട്ടിൽ എന്തിന് പോലീസ് വരണം? നമ്മുടെ നാട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതൊക്കെ തീർപ്പ് കൽപ്പിക്കുന്നത് കൃഷ്ണനാഥ പണിക്കരായിരുന്നു. അദ്ദേഹം ഇല്ലാത്തതുകൊണ്ട് പോലീസിന് ഇപ്പൊ ധൈര്യം വെച്ചെന്നാ തോന്നുന്നത്. കൃഷ്ണനാഥ പണിക്കരില്ലെങ്കിലും അദ്ദേഹത്തിന്റെ മോൻ ആദിത്യനുണ്ടല്ലോ. അപ്പൊ പിന്നെ എന്തിന് പോലീസ് ഇവിടെ വന്നത് ആർക്കറിയാം. പോയി നോക്കാം. എന്താ ചേച്ചി ഇങ്ങനെ ടെൻഷനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നത്? എനിക്കെന്ത് ടെൻഷൻ? എനിക്കൊരു ടെൻഷനും ഇല്ല. എന്ത് പറ്റിയത് പറ ചേച്ചി, സത്യം പറ ചേച്ചി. ഒന്നുമില്ലടാ. ദേ കോഫി കുടിക്കുക. താങ്ക്സ് ചേച്ചി. ദേ മോളെ. എനിക്ക് വേണ്ട. ഹലോ, ശീലമില്ലാത്തത് കൊണ്ടാണോ അതോ മുഖത്തെ തുണി മാറ്റണം എന്നുള്ള പേടി കൊണ്ടാണോ? രണ്ടാമത് പറഞ്ഞതായിരിക്കും അച്ഛാ. എന്തിനാ ചേച്ചി ഇങ്ങനെ പേടിക്കുന്നത് മോനെ? എന്താ അമ്മാവ, അമ്മാവന്റെ മകൾ ഇപ്പോഴും മുഖം തുണിയും ചുറ്റി മറച്ചോണ്ട് നടക്കുവാണല്ലോ. മുഖം കണ്ട നിങ്ങളെല്ലാരും പേടിച്ചു പോകുന്നു വിചാരിച്ചിട്ടാ മൂടി വെച്ചിരിക്കുന്നത്. അതൊന്നും അല്ല, ഒരു ഹീറോയിനെ പോലെ എന്റെ ഏട്ടത്തി ഇരിക്കുന്നെ. അയ്യോ, സിനിമ ഹീറോയിനാണോ സീരിയൽ ഹീറോയിനാണോ? അതിനേക്കാളും സൂപ്പറാ. ഇങ്ങോട്ടെന്തിനാ പോലീസ് വരുന്നത്? ഈ പോലീസുകാരിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? നമസ്കാരം ആദിത്യ. നമസ്കാരം. സാറെന്താ ഇങ്ങോട്ട് വന്നത്? നിങ്ങളോടൊന്ന് സംസാരിക്കാൻ വേണ്ടി വന്നേ. എന്താ പറ്റി? ആദിത്യ മോനെ, നമ്മുടെ നാട്ടിലെന്താ ഈ പോലീസൊക്കെ വന്ന് നിൽക്കുന്നേ? നമ്മുടെ നാട്ടിൽ പോലീസ് വരുന്നത് ഇത് ആദ്യമായിട്ടാണ്. നാട്ടിലൊരു അടിയും വഴക്കൊന്നും ഇല്ലല്ലോ, പിന്നെന്തിനാ? നമ്മുടെ നാട്ടില്, അത് നിങ്ങളുടെ വീട്ടില്, എന്തിനാ മോനെ? അതാ എനിക്കും അറിയാത്തത്.
കൃത്യമായിട്ടെന്താ നിങ്ങൾ കൃഷ്ണനാഥ പണിക്കരുടെ വീട്ടിലേക്ക് തന്നെ വന്നത്? ഒരു എൻക്വയറിക്ക് വേണ്ടി വന്നതാ. എന്നോടെന്താ ചോദിക്കാനുള്ളത്? ഞങ്ങളോട് ക്ഷമിക്കണം ആദിത്യൻ സാർ. നിങ്ങളുടെ അച്ഛനുണ്ടായിരുന്ന കാലത്ത് ഒരാവശ്യത്തിന് വേണ്ടി ഇവിടെ ഞങ്ങൾക്ക് വരേണ്ടതായിട്ട് വന്നിട്ടില്ല. ഈ നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹം തന്നെയാണ് കൈകാര്യം ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോ നിങ്ങൾക്ക് വേണ്ടി വരേണ്ടി വന്നു. എനിക്ക് വേണ്ടി വന്നതാണെന്നോ? മനസ്സിലായില്ല. 2 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ മരിച്ചുപോയി എന്നുള്ള കാര്യം ഈ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. പക്ഷെ നിങ്ങൾ പെട്ടെന്ന് തിരിച്ചു വന്നിരിക്കുന്നു. മരിച്ചുപോയവര് തിരിച്ചു വരുന്നത് അത്ര തെറ്റൊന്നുമല്ലല്ലോ. ഇറ്റ്സ് നോട്ട് എ ക്രൈം. ക്രൈം അല്ലെന്ന് ഞങ്ങൾക്കും അറിയാം. പക്ഷേ ഈ 2 വർഷം നിങ്ങൾ എവിടെ പോയിരുന്നു, എന്ത് ചെയ്തിരുന്നു, എന്താണ് സംഭവിച്ചത്, അതിനെക്കുറിച്ച് എൻക്വയറി ചെയ്യാൻ ഞങ്ങൾ വന്നു. പറയൂ ആദിത്യൻ സാർ, നിങ്ങൾ ജീവനോടെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വന്നില്ല? നിങ്ങളുടെ വീട്ടിലുള്ളവരോടും ഈ നാട്ടിലുള്ളവരോടും നിങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം എന്തുകൊണ്ട് ഇൻഫോം ചെയ്തില്ല? ഇത്രയും നാൾ എവിടെ പോയിരുന്നു, എന്ത് ചെയ്യുകയായിരുന്നു, ആക്ച്വലി എന്താ നടന്നത്? ഏട്ടാ പറയേട്ടാ. ഏട്ടൻ തിരികെ വന്നത് എല്ലാവർക്കും സന്തോഷം തന്നെയാ. പക്ഷേ സത്യാവസ്ഥ എന്താന്ന് എല്ലാവരും അറിയേണ്ടതല്ലേ? അത് ശരിയാ. ജീവനോടെ ഉണ്ടെന്ന് വീട്ടിലുള്ളവരെ പോലെ അറിയിക്കാൻ കഴിയാതിരുന്നെങ്കിൽ അപ്പൊ ഉറപ്പായി ഏട്ടൻ എന്തോ വലിയ ആപത്തിലായിരുന്നു. അതെന്താന്ന് പറയൂ. പറയൂ ആദിത്യ. കഴിഞ്ഞ 2 വർഷം ഒരു സ്ത്രീ എന്നെ കിഡ്നാപ്പ് ചെയ്തു വെച്ചു. എന്താ അളിയ? അളിയനെ കിഡ്നാപ്പ് ചെയ്ത ഒരു പെണ്ണാണോ? അതെ. ആദിത്യനെ കിഡ്നാപ്പ് ചെയ്തത് ഒരു പെണ്ണാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഒരു പെണ്ണ് ആദിത്യനെ തട്ടിക്കൊണ്ടു പോയെന്നോ? എന്തോ എനിക്കത് വിശ്വസിക്കാനേ കഴിയുന്നു. നിങ്ങളെ കിഡ്നാപ്പ് ചെയ്തത് ഒരു പെണ്ണാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ആ പെണ്ണ് കിഡ്നാപ്പ് ചെയ്തത്? ഏതാ പെണ്ണ്? ആ സ്ത്രീ ആരാണെന്ന് എനിക്കറിയില്ല. എന്നുവെച്ചാ നീ ആ പെണ്ണ് കണ്ടിട്ടില്ലെന്നാണോ? കണ്ടു സർ. പക്ഷേ ആ സ്ത്രീ ആരാണ്, അവരുടെ ഫുൾ ഡീറ്റെയിൽസ് എന്താണെന്നും എനിക്കറിയില്ല. പണത്തിന് വേണ്ടിയാണോ നിങ്ങൾ കിഡ്നാപ്പ് ചെയ്തത്? അല്ല സർ, പണത്തിന് വേണ്ടിയാണ് എന്നെ കിഡ്നാപ്പ് ചെയ്തിരുന്നെങ്കിൽ ആ സ്ത്രീ എൻ്റെ വീട്ടുകാരെ ഫോൺ ചെയ്ത് കുറെ പണം വേണമെന്ന് ഡിമാൻഡ് ചെയ്തേനെ. അല്ലെങ്കിൽ എന്നെ കൊണ്ട് എൻ്റെ വീട്ടുകാരെ വിളിപ്പിച്ചേനെ. ഇത് രണ്ടും നടന്നില്ല. പണത്തിന് വേണ്ടിയല്ലെന്ന് പറഞ്ഞു, പിന്നെ എന്തിനാണ് ഒരു പെണ്ണ് നിങ്ങളെ കിഡ്നാപ്പ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും അതിനൊരു കാരണം ഉണ്ടാവും. ആ, ഒരു പ്രധാന കാര്യമുണ്ട്. ഈ നാഗപുരത്തുള്ള ശിവക്ഷേത്രം എത്ര വിശേഷപ്പെട്ടതാണെന്ന് സാറിന് അറിയാലോ. ആ ക്ഷേത്രത്തെ പറ്റിയുള്ള രഹസ്യങ്ങളെക്കുറിച്ച് ഞാൻ റിസർച്ച് ചെയ്തിരുന്നു. ആ ക്ഷേത്രത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ പറയുന്നതിന് വേണ്ടി അവൾ എന്നെ കുറെ ടോർച്ചർ ചെയ്തു. ഇതിങ്ങനെ നിന്റെ കഴുത്തിലേക്ക് കുത്തിയിറക്കാനുള്ള ദേഷ്യം എനിക്കുണ്ട്.
പക്ഷേ നിന്നെ അങ്ങനെ ഈസി ആയിട്ട് ചാവാൻ ഞാൻ വിടില്ല. നിനക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഏർപ്പാടാക്കിയിട്ടാ വന്നത്. അതെന്തിനാന്ന് വെച്ചാ ആ ക്ഷേത്രത്തെ കുറിച്ച് നിനക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ വേണ്ടിയാ. അവൾ എന്നോട് ചെയ്ത ക്രൂരതയ്ക്ക് എന്നെങ്കിലും അവൾ എന്റെ മുമ്പിൽ വന്ന് പെട്ടാ ഉറപ്പായിട്ട് ഞാൻ അവളെ കൊന്നിരിക്കും. പോലീസ് എൻക്വയറി വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതേ അല്ല. ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ വീരഭദ്രൻ അയാളെ കടത്തിക്കൊണ്ട് പോകുന്നതിന് മുന്നേ തന്നെ ആദ്യത്തിന് ഞാൻ കൊന്നു കളഞ്ഞാനെ. അത് ചെയ്യാതെ പോയത് വലിയൊരു തെറ്റായി പോയെന്ന് എനിക്കിപ്പോ തോന്നുന്നു. ആരാ ഏട്ടാ അത്? ഏട്ടൻ എന്തിനാ അവളെ കൊല്ലുന്നത്? അവൾ ആരാണെന്ന് അറിഞ്ഞോ ഏട്ടന് മുന്നേ ആ രാക്ഷസിയെ ഞാൻ തന്നെ കൊല്ലും. ക്ഷേത്രത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ അറിയാൻ നിന്നെ തട്ടിക്കൊണ്ടു പോയെങ്കിൽ ഉറപ്പായിട്ടും അവൾക്ക് നിന്നെക്കുറിച്ചും നമ്മുടെ കുടുംബത്തെക്കുറിച്ചും നന്നായിട്ട് അറിയാമായിരിക്കണം. ആരാ അത്? മുത്തശ്ശി, ആ സ്ത്രീ ആരാണെന്ന് എനിക്ക് അറിയാമായിരുന്നെങ്കിൽ പോലീസ് ഒന്ന് ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് പറഞ്ഞേനെ. അവർക്കെതിരെ കേസ് കൊടുത്ത് എന്നെ ജയിലിൽ അടപ്പിച്ചേനെ. സത്യം പറയുന്നത്, അവളുടെ അഡ്രസ്സ് പോലും എനിക്കറിയില്ല. ക്ഷേത്രത്തിന്റെ രഹസ്യം അറിയുന്നതിന് വേണ്ടി അളിയനെ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവളൊരു ക്രിമിനൽ തന്നെയായിരിക്കണം. അങ്ങനെയുള്ളവളെ ഒരിക്കലും വിടാൻ പാടില്ല. നോക്കാതെ ആ പെണ്ണിനെ നിങ്ങൾക്ക് അറിയില്ലായിരിക്കാം. പക്ഷെ ആ പെണ്ണിന്റെ രൂപസാദൃശ്യം നിങ്ങൾക്ക് പറയാൻ പറ്റില്ലേ? പറയാൻ പറ്റും. ആ പെണ്ണിന്റെ മൂക്ക്, കണ്ണ്, കാത്, ഹെയർ സ്റ്റൈൽ അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ലേ? യെസ് സർ, അവരെ കാണാൻ എങ്ങനെയുണ്ടെന്ന് എനിക്ക് 100% പറയാൻ പറ്റും. ഗുഡ്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു പെയിന്റിംഗ് എക്സ്പേർട്ട് ഉണ്ട്. നിങ്ങൾ അയാളോട് ഡീറ്റെയിൽസ് പറഞ്ഞാൽ അയാൾ അവളുടെ ചിത്രം കൃത്യമായി വരച്ചു കാണിക്കും. ആ സ്കെച്ച് നോക്കി ഏത് പെണ്ണാണ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. എന്നാ പിന്നെ ഉടനെ അവരെ വിളിക്കൂ സർ. പെട്ടെന്ന് വരണം. ഇപ്പൊ വരും. അമ്മ ഇത് നോക്കിയമ്മ.